നാറ്റോയിലോട്ട് ചേരാൻ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ നാറ്റോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റഷ്യക്ക് ഈ നാറ്റോ എന്ന് കേൾക്കുമ്പോഴേ കലിപ്പാണ്. അതായത് ഈ യുക്രൈൻ നാറ്റോയിൽ അംഗത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോഴാണ് ഉക്രൈനെ കയറി ചാമ്പിയത് റഷ്യ. അപ്പൊ അടുത്ത് ഇന്ത്യ അതിലോട്ട് പോകുന്ന സ്വാഭാവികമായും ഇന്ത്യയോടൊരു ശത്രുതാ മനോഭാവം വേണമെങ്കിൽ റഷ്യക്ക് ഉണ്ടാകാം. അത് മനസ്സിൽ കണ്ടിട്ടാണ് US ഒരു ഓഫർ വെച്ചത്, നിങ്ങളെ ഞങ്ങൾ നാറ്റോയിലെ അംഗമാക്കാം. അപ്പൊ ഇന്ത്യ പറഞ്ഞു ഇപ്പോഴും വേണ്ട, പറയാം, കാരണം ഇപ്പൊ റഷ്യയുമായി ഞങ്ങൾ എണ്ണ വ്യാപാര കരാറിലാണ്, അപ്പോൾ റഷ്യയെ പിണക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതങ്ങ് മടക്കി വെച്ചോ, ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കെ ഇതെങ്ങനെയായിരിക്കും അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത്? ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കാൻ പോകുന്നു എന്ന സമയം വന്നപ്പോൾ മുതൽ തന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ ഉക്രൈൻ്റെ സഹായത്തിനെത്തി. കാരണം ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാനായിട്ട് അപേക്ഷ നൽകിയതോടുകൂടിയാണ് റഷ്യ വലിയ പ്രശ്നമുണ്ടാക്കിയത്. കാരണം റഷ്യ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അവിടെ പോകരുതെന്നൊക്കെ പറയുന്നു. ഈ നാറ്റോ രാജ്യത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പുറത്തു നിന്നുള്ള രാജ്യം നാറ്റോ രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു 31 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം 32 രാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത്. ഈ 31 രാജ്യങ്ങളും ആ രാജ്യം ഞങ്ങളെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചടിക്കാനായിട്ട് ചെല്ലും. അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്ക് രക്ഷയുണ്ടാവില്ല. ഇവിടെയും റഷ്യക്ക് മുമ്പിൽ ഉക്രൈൻ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ കൊണ്ടാണ്. വലിയ ആയുധങ്ങളും പണവും ഒക്കെ എത്തിച്ചു നൽകുന്നത് സ്വാഭാവികമായിട്ടും നാറ്റോ രാജ്യങ്ങളാണ്. അതുകൊണ്ട് റഷ്യക്ക് മേൽ ഇപ്പോൾ തൽക്കാലം ഇവർ പിടിച്ചിരിക്കുന്നു. ഇവിടെയാണ് അമേരിക്കയുടെ തന്ത്രം. കാരണം ഈ നാറ്റോ രാജ്യത്തിന് കൂടുതൽ സഹായം നൽകുന്നത് സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ തന്നെ എല്ലാ കാലത്തും അമേരിക്ക. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിട്ട് വന്നതോടുകൂടി പറഞ്ഞു ഇനി നാറ്റോ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഈ വിട്ടുവീഴ്ച അല്ലെങ്കിൽ സഹായമൊക്കെ നിർത്താൻ പോവുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ GDPയുടെ ഇത്ര ശതമാനം ഈ പറയുന്ന രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരസി. ആ സമയത്ത് നാറ്റോ രാജ്യങ്ങളൊന്നും അമേരിക്ക പറയുന്നത് കേൾക്കാതെയായി. മാത്രമല്ല ഈ റഷ്യ ഉക്രൈനെ ആക്രമിച്ച സമയത്ത് ഉക്രൈനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അമേരിക്ക നിലപാടെടുത്തു. അതും ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്? അമേരിക്ക പറയുകയാണ് വേണമെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ നാറ്റോയിൽ ഉൾപ്പെടുത്താം. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ നാറ്റോയിൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാകും. നമ്മൾ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം അത് വേണ്ട. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്നത് റഷ്യയാണ് അല്ലെങ്കിൽ USSR ആണ്. പിന്നീട് ഈ കാലം വരെ എന്തിന് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് വരെയും റഷ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് നിൽക്കുന്നത്. ഉക്രൈനുമായിട്ടുള്ള ആക്രമണത്തിൽ ഉക്രൈനെതിരായിട്ടുള്ള ആയുധങ്ങളും ഇന്ത്യ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയെ തെറ്റിക്കാനായിട്ട് അമേരിക്ക ഒരു ശ്രമം നടത്തി. ഇനി 2, ഇൻഡോ പസഫിക് മേഖലയിൽ എപ്പോഴും ഒരു നിർണായക ശക്തി ഇന്ത്യയാണ്. ആ ഇന്ത്യ അവിടെ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ചൈനയ്ക്ക് ഒരു മേധാവിത്വം നൽകാനായിട്ട് അമേരിക്ക ശ്രമിച്ചു. അതായത് ലോകത്തിന് വൻകിട ശക്തികളൊന്നും വേണ്ട, അമേരിക്ക എന്ന് പറയുന്ന വൻകിട രാജ്യവും ചൈന എന്ന് പറയുന്ന വൻകിട രാജ്യവും മതി. ഈ 2 രാജ്യങ്ങൾ ചേർന്ന് മറ്റു രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ചൈന ആ കിടയിൽ ചെന്ന് വീണില്ല. കാരണം അമേരിക്കയാണ് ചൈനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുന്ന രാജ്യവും ചൈന തന്നെയാണ്. അതുകൊണ്ട് ആ കിടയിൽ ചൈനയും വീഴുന്നില്ല. ഇവിടെ ഇന്ത്യ പറയുന്നത് എന്താ? ഞങ്ങളിപ്പോൾ തൽക്കാലം നാറ്റോയായിട്ട് ബന്ധപ്പെടുന്നില്ല, നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തുന്നു. അങ്ങനെയാണ് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഏർപ്പെടുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളുമായിട്ട് 99% ഉൽപ്പന്നങ്ങളും നമ്മൾ ടാക്സ് രഹിതമായിട്ട് കയറ്റി അയക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കും. ഇത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കൂടിയാണ്. എല്ലായ്പ്പോഴും ട്രംപ് എന്താ പറയുന്നത്? നമുക്കെതിരെ 250% താരിഫ് കൂട്ടുന്നു, 500% താരിഫ് കൂട്ടുന്നു, 1000% താരിഫ് കൂട്ടുന്നു, നമ്മളെ ഭയപ്പെടുത്താനാ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ട്രംപിൻ്റെ കാല് പിടിക്കും, അയ്യോ പൊന്നി ചേട്ടാ ഇത് കൂട്ടല്ലേ, ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കാം. പക്ഷെ നമ്മളൊന്നും മിണ്ടിയില്ല. മാത്രമല്ല അമേരിക്കയുമായിട്ട് നമുക്ക് നല്ല ഒരു സൗഹൃദ കരാറുണ്ട്, വ്യാപാര കരാർ. അത് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ വ്യാപാര പങ്കാളികളാക്കുന്നു. ഇനി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വ്യാപാര പങ്കാളിത്തത്തിലൂടെ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇന്ത്യയെ ഒരു ആയുധ വ്യാപാര ഹബ്ബാക്കി മാറ്റുന്നു. കാരണം ഇന്ത്യ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ, സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ. അതാണ് നമ്മുടെ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയവ. ഇതിലൂടെ 85ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ ആയുധങ്ങൾ കയറ്റി അയക്കുന്നു. ഇപ്പം മറ്റ് രാജ്യങ്ങൾ എന്താ പറയുന്നത് അറിയോ? നിങ്ങളുടെ രാജ്യത്ത് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ ഞങ്ങൾ തയ്യാറാക്കാം, നിങ്ങൾ അവിടെ നിർമ്മിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധം വേണം. ഇതാ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് അമേരിക്കയ്ക്ക്. കാരണം അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയുടെ തന്ത്രങ്ങളെ നമ്മൾ അത്ര ചെറുതായിട്ടാണോ കണ്ടത്? അല്ല, അമേരിക്ക ഈ 2014 ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റം, ഇപ്പോൾ ഈ താരിഫ് വന്ന സമയത്ത്
ഇന്ത്യയുടെ GDP വളരെ താഴ്ന്നു പോകുന്നൊക്കെ ഇവിടെ വലിയ നിരീക്ഷകരടക്കം പറഞ്ഞു. ഇന്ത്യ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് കഴിയില്ല, അമേരിക്കയുടെ ഒരു പിന്തുണയില്ലാതെ ഇന്ത്യ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും കേന്ദ്ര സർക്കാർ അനങ്ങിയില്ല. പക്ഷേ അതിലും കൂടുതൽ ഇന്ത്യ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ GDP ആണ് ഇത്തവണ ഇന്ത്യക്ക് ഉണ്ടായത്. അപ്പൊ ഇന്ത്യ എല്ലാ മേഖലയിലും കുതിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രതിരോധ മേഖലയിൽ ലോകത്തെ 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയാണ് എല്ലായിടവും യുദ്ധം ഉണ്ടാക്കിയിട്ട് അവിടെ ആയുധങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ ലാഭം കൊയ്യുന്നു. എന്നിട്ട് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ പോലീസായും ഏറ്റവും വലിയ രാജ്യമായും ഒക്കെ അമേരിക്ക പണമുള്ള രാജ്യമായൊക്കെ അമേരിക്ക അങ്ങനെ വിലസുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരുടെയും അടുത്ത് പോയി ആയുധങ്ങൾ വാങ്ങുന്നു, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തത്. ഇപ്പോ നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങുന്നു ആയുധങ്ങൾ, നമ്മുടെ ആയുധങ്ങൾക്ക് ഡിമാൻഡുകൾ വരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ കണ്ടു പഠിക്കാവുന്ന ഒരു മാതൃകയിലേക്ക് ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ അടക്കം അമേരിക്കയുടെ തിട്ടൂരത്തിന് പോലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണിക്ക് പോലും വില കൊടുക്കാതെ അവർ പറയാണ് ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ കരാറുമായി മുന്നോട്ട്. അങ്ങനെ ആകുമ്പോൾ തുർക്കിയിൽ വരെ നമ്മുടെ സാധനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്, അതും ടാക്സ് ഇല്ലാതെ. അപ്പൊ ഇങ്ങനെ തുർക്കിയിൽ വരെ എത്തുമ്പോൾ തുർക്കിയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് സാധനങ്ങൾ വരുമ്പോൾ 35% ടാക്സ് ആണ് ഉള്ളത്. പക്ഷെ നമ്മളെ സാധനങ്ങൾ അവിടെ പോകുമ്പോൾ ടാക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തുർക്കിക്ക് വരെ നമ്മൾ പണി കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ വളർന്നു. ഇപ്പൊ തുർക്കിക്കെന്നല്ല, നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് മുഴുവൻ നമ്മൾ പണി കൊടുക്കുന്ന തരത്തിലേക്ക് വളർന്നു. ഇപ്പോ ഡൽഹിയിൽ ഡോക്ടർമാർ ചേർന്ന് നടത്തിയ ഒരു സ്ഫോടനം, ആ സ്ഫോടനം ഇവിടെ നടന്ന് മണിക്കൂറുകൾ കഴിയും മുമ്പ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഏറ്റവും സുരക്ഷിതമുള്ള മേഖലയിൽ ഇതേപോലൊരു കാറ് കത്തി ജില്ലാ കോടതിയുടെ മുന്നിൽ. ഇപ്പോഴും അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പാകിസ്ഥാൻ പോലും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് അത് പോകുന്നത്. അതെ, ഖാലിസ്ഥാൻ ഭീകരനായ പന്നുവിനെ കാനഡയിൽ പോയി തീർക്കാൻ നമ്മൾ ശ്രമിച്ച ആളുകളാണ് നമ്മൾ. അതുപോലെ ഭീകര ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഒരു അജ്ഞാതന്റെ വേഷത്തിൽ ബൈക്കിലോ ബുള്ളറ്റിലോ കാറിലോ ലോറിയിലോ ഇനി കാളവണ്ടിയിൽ പോലും പോയി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തെളിയിച്ച ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മളോട് ഒന്ന് ഏറ്റുമുട്ടാൻ ഇപ്പൊ ഗാൽവാൻ പ്രദേശത്തുനിന്ന് ചൈന ഒറ്റയടിക്ക് പിന്മാറിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ വളർച്ചയിൽ ചൈനയും ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ അത് ഇന്ത്യയും ചൈനയുമായുള്ള സൗഹൃദം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിലും സൗഹൃദമുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തും അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാതെ ചൈന ഇരുന്നിട്ടില്ല. പക്ഷെ ഇപ്പോ അതിർത്തിയിൽ സമാധാനവും ശാന്തിയും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എത്രത്തോളം വലുതാകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലായി. ഈ ബംഗ്ലാദേശ് ഭൂപടമൊക്കെ വരച്ചു. ഇപ്പൊ നമ്മുടെ ചിക്കനെ കടക്കം അവരങ്ങ് പിടിച്ചെടുക്കുക. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് അല്ലല്ലോ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ അവർ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞൊരു മാപ്പൊക്കെ വരച്ചു. ആ മാപ്പ് വരച്ചവന്റെ അവസ്ഥ പിന്നെ എന്തായെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഇവിടുന്ന് നേരെ നമ്മുടെ സൈനിക മേധാവി അവിടെ എത്തിപ്പറഞ്ഞു, ഉപഗ്രഹങ്ങൾ ചിത്രങ്ങളിലൂടെ ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, കളി കൂടിപ്പോയാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു വിവരവുമില്ല, ഒരക്ഷരവും ഇടുന്നില്ല. ഹസീനെ ഇന്ന് കിട്ടിയ തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞിരുന്നവരെ ഇപ്പൊ അവർക്ക് ഹസീനയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ, പല രാജ്യങ്ങളും ഇന്ത്യയെ മാതൃകയാക്കി തങ്ങളുടെ രാജ്യത്തെ വളർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഇത്തരം ഒരു കുതന്ത്രത്തിലൂടെ ഇന്ത്യയെ തകർക്കാം എന്ന്, ഇന്ത്യ റഷ്യയും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള സൗഹൃദ രാജ്യങ്ങളെയൊക്കെ തകർക്കാം എന്നൊക്കെയുള്ള അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാടിന് 8ന്റെ പണിയാണ് ഇന്ത്യ കൊടുത്തത് എന്ന് തന്നെ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.